കോഴിക്കോട് വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി കേസ് ഏറെ ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു. ആ കേസിൽ കൂടുതൽ പേരാണ് പോലീസിന്റെ പിടിയിലായത്. നിലവിൽ 3 അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ കേസിലെ പ്രതിയായിട്ടുള്ള കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ 5 മണി വരെയാണ് കസ്റ്റഡി. കീർത്തനയിൽ നിന്ന് MDMA കണ്ടെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഇല്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. അതേസമയം തനിക്ക് MDMA ഇടപാടിൽ പങ്കില്ലെന്ന് കീർത്തന ന്യൂസ് 18നോട് പറഞ്ഞു. ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിട്ടില്ല. തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും കീർത്തന പറഞ്ഞു. 2 സ്റ്റേറ്റ്മെന്റും കൊയിലാണ്ടിയും ഗ്രാമീണും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് രൂപ മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാം സത്യം വിചാരിച്ചിട്ട് മാധ്യമങ്ങൾ അത് അറിയണം. സത്യം നിങ്ങൾ കറക്റ്റായിട്ട് സത്യം ഇല്ല പങ്കില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കൊയിലാണ്ടി ഗ്രാമീണ ബാങ്കും കനറ ബാങ്കും കേട്ടോ, അതിന് മൈനസ് ആണ്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിന്റെ അമ്മയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന എല്ലാം സത്യാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മനുഷ്യനാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷിന്റെ ചോദ്യങ്ങൾക്കാണ് കീർത്തന മറുപടി പറയുന്നത്. ഇതേ സംഭവം തന്നെ നേരത്തെ അനീഷ് സ്പോട്ട് ലൈവില് ഈ കേസിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ചില പഴുതുകൾ ഉണ്ടെന്ന് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ അനീഷ് നേരത്തെ പങ്കുവച്ചിരുന്നു. അതായത് ഈ പ്രതികളിൽ നിന്നും ഈ അധ്യാപികമാരിൽ നിന്നും നേരിട്ട് ലഹരി കണ്ടെടുത്തിട്ടില്ല. അവർക്ക് മുഖ്യപ്രതികളുമായി ഇടപാടുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്. പക്ഷെ ഈ പ്രതിഭാഗത്തെ സംബന്ധിച്ച് കോടതിയിൽ ഇത് വാദിക്കാൻ കഴിയും. ഒരുപക്ഷേ തുടർന്നുള്ള മുന്നോട്ട് പോകുമ്പോഴും ഇതേ വാദത്തിൽ തന്നെ ഈ പ്രതികൾ അല്ലെങ്കിൽ പ്രതിഭാഗം മുന്നോട്ട് പോയാൽ, അതിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് കേസിൻ്റെ അന്വേഷണം വലിയ കീറാമുട്ടിയാകില്ലേ? നിലവിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കീർത്തന മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്? നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരുന്നു? ടോമോ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ് കീർത്തന. പോലീസ് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഹാജരാക്കുകയും 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് പോലീസിന് ഈ കീർത്തന എന്ന പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സമയം ലഭിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കോടതിക്കുള്ളിൽ വലിയ രൂക്ഷമായ വാദങ്ങളാണ് നടന്നത്. പ്രത്യേകിച്ചും ഈ കീർത്തനയിൽ നിന്നും ഇതുവരെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കീർത്തന ലഹരി ഉപയോഗിച്ചെന്ന് തെളിയിക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. ഒപ്പം ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കീർത്തനയിൽ നിന്നും ഈ ലഹരി ഇടപാട് നടത്തിയവരിലേക്ക് യാതൊരു തരത്തിലുമുള്ള പണമിടപാട് നടന്നിട്ടില്ല. മറിച്ച് കാവ്യ എന്ന സുഹൃത്തിന്, കാവ്യയും ഈ കീർത്തനയും അടുത്ത സുഹൃത്തുക്കളാണ്, കാവ്യയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ കടം നൽകുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. കീർത്തനയ്ക്ക് 2 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുകളിലും ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നതിന്റെ തെളിവില്ല. ഒപ്പം ലോൺ പോലും മൈനസായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തനിക്ക് ഉള്ളതെന്നും കോടതിയിൽ വാദിക്കുകയും ചെയ്തിരിക്കുന്നു. കീർത്തനെ പണം നൽകാനുള്ള ചില കാരണങ്ങളും അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു. ഈ കാവ്യയുടെ കാമുകന് പണമായി ആവശ്യം വരിക എന്തോ ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് അത് ആ കാവ്യയ്ക്ക് കൊടുക്കുകയും കാവ്യ മറ്റ് വേറെ വശത്തേക്ക് കൈമാറുകയുമാണ് ചെയ്തത്. അല്ലാതെ ഈ കാവ്യയ്ക്ക് ഇടപാടുകൾ ഉണ്ട് എന്നാലും തനിക്ക് ഉണ്ട് എന്ന് തനിക്ക് അറിയില്ലെങ്കിലും തനിക്ക് ഇത്തരം ലഹരി ഇടപാടുകൾ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം താൻ ഒരു അധ്യാപികയാണ് എന്നും തനിക്കൊരു ആൺകുട്ടിയെ ഉണ്ട് എന്നും ഒക്കെ അവർ പറയുകയും ചെയ്തു. തനിക്ക് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന് പറഞ്ഞു തന്നെയാണ് അവർ പുറത്തേക്ക് വന്നത്. കാരണം കോടതി മുറിക്കുള്ളിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വാദമുഖങ്ങളാണ് ഉന്നയിച്ചത്. ഒപ്പം അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തത്. എന്തായാലും വൈദ്യപരിശോധനകളൊക്കെ പൂർത്തിയാക്കി അവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. എന്തായാലും കീർത്തനയുടെ ചോദ്യം ചെയ്യൽ നിർണായകമാണ് എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത്. കാരണം ഈ സൈബർ തെളിവുകളും മറ്റ് അക്കൗണ്ട് വിശദാംശങ്ങളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പരിശോധനകൾ നടത്തണം ഈ കേസിൽ. എന്നാൽ മാത്രമേ പൂർണ്ണമായ ഒരു തെളിവുകളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ പ്രതിയും ഈ കാവ്യയും കീർത്തനയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഒപ്പം മൂന്നാമത് അർഷലായ നീഷ്മയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. ഈ കേസിലെ സൂത്രധാരനെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരക്കെ തെരച്ചിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുള്ളത്. അവർ കേരളത്തിനകത്തും പുറത്തുമൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആരാണ് ഈ ബുദ്ധികേന്ദ്രം, ഇത്ര വലിയ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയ ബുദ്ധികേന്ദ്രം, അതും ഈ അധ്യാപകന്മാരെ ഉപയോഗിച്ച് നടത്തുമ്പോൾ
വനിതാ അധ്യാപികമാരെ ഉപയോഗിച്ച് ഇത്തരമൊരു തട്ടിപ്പ് നടത്തുമ്പോൾ പിടിക്കപ്പെടില്ല, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ സ്ത്രീകളായവർ മാത്രമാകും പിടിക്കപ്പെടുക എന്നൊക്കെ ഉള്ളൊരു ആസൂത്രണം ചെയ്തത് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. എന്തായാലും കീർത്തന ഇപ്പോൾ പൂർണ്ണമായും താൻ ഇടപാടിൽ പങ്കാളിയല്ല എന്ന് തീർത്ത് പറയുകയാണ്. അത് തൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാം, താൻ ഒരു രീതിയിലും മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ കടത്തുകയോ ചെയ്തിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട്. ടോമ, അതോടൊപ്പം ഈ അഭിഭാഷകൻ പോലും ചൂണ്ടിക്കാണിച്ച കാര്യം ഇവിടെ മാധ്യമ വിചാരണയാണ് നടക്കുന്നത്, അത്തരമൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ അവിടെ ഈ പ്രതികളെ സംബന്ധിച്ച് കുരുക്കാകുന്ന ഉള്ളതാണല്ലോ സാമ്പത്തിക ഇടപാടുകൾ. ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ ഈ കേസിലെ മുഖ്യപ്രതിയുമായി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ലേ അനീഷ്? നിലവിൽ എന്തായാലും ഈ പ്രതി കീർത്തന പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇവരെ തന്നെ ചോദ്യം ചെയ്തപ്പോഴാണ്, ഈ അധ്യാപികമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഖ്യപ്രതിയിലേക്ക് അന്വേഷണം എത്തിയത് പോലും. ഇനി കേസുമായി ബന്ധപ്പെട്ട് കീർത്തനയെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമെന്നാണോ അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ? തീർച്ചയായും നമുക്കറിയാം, പ്രതികൾ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ എപ്പോഴും ശ്രമിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിയമത്തിൻ്റെ പഴുതുകൾ എന്ന് അവർ സമർത്ഥമായി കണ്ടെത്തുകയും ചെയ്യും. പ്രത്യേകിച്ചും ലഹരി കേസുകളിൽ ലഹരി ഉപയോഗവും ലഹരി കൈവശമുള്ളതൊക്കെ ഈ കൈയോടുകൂടി പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് തെളിയിക്കുക ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയിരുന്നു. കാരണം അവർ നേരിട്ട് ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഹരി കണ്ടെത്താൻ കഴിയുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഈ ലഹരി ഇടപാടുകൾ നടത്തിയവരുമായി ഇവരുടെ ഒരു പങ്ക്, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പല കണ്ണികളും പോലീസിൻ്റെ പക്കലുണ്ട്. പ്രത്യേകിച്ചും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുത്ത പണത്തിൻ്റെ കൃത്യമായ രേഖകളുണ്ട്. ഒപ്പം ഈ പണം അയച്ചു കൊടുത്ത ശേഷം വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ ഈ ലഹരി വാങ്ങാനുള്ള ലൊക്കേഷനുകൾ കൃത്യമായി ഈ അധ്യാപികമാർ നൽകിയിരുന്നു. ഇതിലിപ്പോൾ കീർത്തന പറയുന്നത് തനിക്ക് ഇടപാടില്ല എന്ന് പറയുമ്പോഴും കാവ്യയുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തോതിലുള്ള ഒരു ഇടപാട് നടന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസ്. അയാളൊരു ഡെലിവറി ബോയ് ആയിരുന്നു. അയാളുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഈ കാവ്യയുടെ അക്കൗണ്ടിൽ നിന്നും ഒഴുകിയതായുള്ള കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ വിവരങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം ഈ കേസിലെ പ്രധാന പ്രതി എന്ന് കരുതുന്ന വയനാട് സ്വദേശിയുണ്ട്. അയാളുടെ അക്കൗണ്ടിലേക്കും 1 കോടി രൂപയ്ക്ക് അടുത്താണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ജിജിൽ കുര്യാക്കോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ വയനാട് സ്വദേശിയിലേക്ക് ഒഴുകിയെത്തിയ പണം. അതുകൊണ്ട് ഈ പണം എവിടെ നിന്നാണ്? ഒരു ഡെലിവറി ബോയ് എന്ന രീതിയിൽ വളരെ ചെറിയ പണം മാത്രമാണ് വരുമാന മാർഗമായി ലഭിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറം 1 കോടി രൂപ 6 മാസത്തിനുള്ളിൽ എവിടെ നിന്ന് എത്തിയതെന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഈ അധ്യാപികമാർക്കും ഈ 18,000 മുതൽ 15,000 വരെയൊക്കെയാണ് ഇവർക്ക് ശമ്പളമായി ലഭിക്കുന്നത്. പക്ഷേ അത്ര ചുരുങ്ങിയ ശമ്പളം ലഭിക്കുന്നവർക്ക് ചേർന്ന ഒരു ജീവിത ശൈലിയായിരുന്നില്ല ഇവർക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കാവ്യ അടുത്ത കാലത്തൊരു കാർ വാങ്ങി ആഡംബര രീതിയിലുള്ളൊരു ജീവിതം നയിക്കുന്നു. വലിയ വിലക്കൂടിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നു. അങ്ങനെ തികച്ചും ആഡംബര രീതിയിലുള്ളൊരു ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത്. 1 വർഷം മുമ്പ് മാത്രം ഇവർക്കൊരു അപകടം പറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പോലുമുള്ള പണം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ആ സുഹൃത്തുക്കളായ BRCയിലെ അധ്യാപകർ ഒരു പിരിവ് നടത്തി 2 ലക്ഷം രൂപ ഇവർക്ക് നൽകുകയും അങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പോലും കഴിയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണ് മറ്റു വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ മറ്റു വരുമാന സ്രോതസ്സുകൾ ഒന്നുമില്ലാതെ വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഇത്രയധികം പണം ഒഴുകി വരികയും അവർ കാർ സ്വന്തമാക്കുകയും ആഡംബര രീതിയിലുള്ള ജീവിത ശൈലിയിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഈ പരസ്പര ബന്ധിതമായ കണ്ണുകളെ കൃത്യമായി വിളക്കി ചേർക്കുക എന്നതാണ് ഇനിയും പോലീസിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ജോലി. തെളിവുകളോ അല്ലെങ്കിൽ മയക്കുമരുന്നോ നേരിട്ട് കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ വഴി എവിടേക്കൊക്കെയാണ് പണം പോയത്, ഈ അക്കൗണ്ട് വിവരങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയിപ്പോൾ കീർത്തന പറയുന്നു തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും ഇതല്ലാതെ മറ്റ് രഹസ്യമായ അക്കൗണ്ടുകൾ കീർത്തനയ്ക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഒപ്പം ATM കാർഡ് അടക്കം ന്യൂൾ അക്കൗണ്ടുകൾ പോലെ, അതായത് സ്വന്തം പേരിലല്ലാത്ത അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ATM അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ കീർത്തന പറയുന്നു താനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, ഇങ്ങനെ ചെയ്യില്ല എന്ന്. പക്ഷെ ഇതൊക്കെ നേരത്തെ തന്നെ കീർത്തനെ പോലെയുള്ള ഈ യുവതികൾ ഓർക്കേണ്ടതായിരുന്നു. കൃത്യമായ തെളിവില്ലാതെ ഒരിക്കലും പോലീസ് ഈ കേസിൽ ഈ അധ്യാപികമാരെ പിടികൂടില്ല. അത്രയധികം എല്ലാ തെളിവുകളും പോലീസിൻ്റെ പക്കൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരിലേക്ക് അന്വേഷണം നീങ്ങിയത്. കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. പക്ഷെ ആദ്യ ദിവസങ്ങളിലെ ഒരു ശരീരഭാഷയല്ല ഇന്ന് കീർത്തനയ്ക്കുണ്ടായിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടി
കോടതിയിലെത്തുന്നു, മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നു. ആരോ ഇവർക്ക് പിന്നിലുണ്ടാകാം. കാരണം അഭിഭാഷകൻ എത്തുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിൽ ഇവരെ കാണാൻ വേണ്ടി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. വലിയൊരു മാഫിയ സംഘം തന്നെ ഈ അധ്യാപികമാർ പിന്നിലുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി തങ്ങൾ നിരപരാധികളാണ് എന്ന് പറയുകയും ആ കേസിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അഴിയെണ്ണിയിരിക്കും. പോലീസ് എല്ലാ പഴുതുകളും അടച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്. ഗുരുവായൂരിൽ യുവതിയെ കൊലപ്പെടുത്താൻ സ്ത്രീ വേഷത്തിലെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.